ഞാനിന്ന് പറയാൻ പോകുന്നത് പെട്ടുപോയൊരു സംഭവമാണ്. പാലക്കാട് രഥോത്സവത്തിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ കാണാൻ പോയിരുന്നു. തിരിച്ച് ട്രെയിൻ കയറിയപ്പോഴാണ് അറിയുന്നത് മിന്നൽ പണിമുടക്ക്. പെട്ടെന്ന് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ട്രെയിന് പയ്യന്നൂർ ഇറങ്ങിയിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ വൈക്കില്ലവരെയും ഓട്ടോറിക്ഷക്കാരനെയൊക്കെ വിളിച്ച് ഒരാൾ പോലും വരാൻ മനസ്സ് കാണിച്ചില്ല, പേടിയായതുകൊണ്ട്. ഞാൻ പിന്നെ അവിടെ നിന്ന് 1.5 മണിക്കൂർ കടിമേനിക്കുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് ഒന്നും വിചാരിച്ചില്ല, കാൽനടയെന്ന് നടക്കാൻ തീരുമാനിച്ച്. നടന്നു വരുമ്പോൾ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, കൈ കാണിച്ച് ആരും തന്നെ നിർത്തുന്നില്ല. അങ്ങനെ ഒരാൾ ഒരു സ്കൂട്ടിക്ക് കൈ കാണിച്ചപ്പോൾ നിർത്തി. അങ്ങനെ അവർ പറഞ്ഞ് കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ വണ്ടിക്ക് കയറി കോത്തായമുക്ക് വരെ എത്തി. അവിടെ നിന്നും ഞാൻ അവരോട് താങ്ക് യു പറഞ്ഞ് തിരിച്ച് നടന്ന് നടന്ന് വരുമ്പോൾ വീണ്ടും വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ ഒരു വണ്ടിക്കാരൻ നിർത്തി. അങ്ങനെ മൂന്നാമത്തെ വൈക്കിൽ CRP ക്യാമ്പിൻ്റെ തൊട്ടപ്പുറം വരെ എത്തി. അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നപ്പോൾ CRP ക്യാമ്പിൽ നിന്ന് അകത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട് വൈക്കെടുത്തിട്ട്. അന്നേരം അവരോട് ഞാൻ ചോദിച്ചു അങ്ങോട്ടാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ആലക്കോടാണ്. ഞാൻ പറഞ്ഞ് എനിക്ക് പോകേണ്ടത് ചെറുപുഴയാണ്, എന്നൊന്ന് കയറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ കയറ്റി. പട്ടാളക്കാരനായിരുന്നു. അങ്ങനെ 4ാമത്തെ വൈക്കിൽ ഞാൻ ചെറുപുഴ അങ്ങനെ എത്തി. അതിൽ ചെറുപുഴ അങ്ങനെ നിൽക്കുമ്പോൾ കടിമേനിക്ക് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അന്നേരം അവിടെ നിന്ന് ഞാൻ എന്താക്കി, വരുന്ന വണ്ടിക്കെല്ലാം വഴി കൈ കാണിച്ചപ്പം ഒരു സ്കൂട്ടറുകാരൻ നിർത്തി. എന്നോട് പറഞ്ഞു എനിക്ക് കാഞ്ഞങ്ങാടാണ് പോകേണ്ടത്, കുന്നുംകൈ വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. നിനക്ക് വേണ്ടി കടിമേനി വഴി പോകാമെന്ന്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എന്താ ജോലി ചെയ്യുന്നത്. ഒരു പോലീസുകാരനായിരുന്നു. അങ്ങനെ 5ാമത്തെ വൈക്കിൽ ഞാൻ കടിമേനി നാട്ടിലെത്തി. അന്നേരം 5 പേരെയും ഒരുപാട് നന്ദി അറിയിക്കുന്ന, സ്നേഹം അറിയിക്കുന്നു. നമ്മളൊരു സമയത്ത് പെട്ടു പോകുമ്പോൾ നമ്മൾ ആരാണ് സഹായിക്കുന്നത്, അവരാണ് യഥാർത്ഥ മനുഷ്യരെന്ന് പറയുന്നത്. ഒരുപാട് വണ്ടികൾ കടന്നു പോയി, അവരൊന്നും കൈ കാണിച്ചിട്ട് നിർത്തിയില്ല. അന്നേരം അവരോട് എന്നെ നിർത്തി, അവരോടെല്ലാം ഞാൻ ഇന്നും മറന്നിട്ടില്ല അവരുടെ സ്നേഹമൊന്നും. അന്നേരം എല്ലാവരും ഇന്നും ഓർക്കുന്നു.